അസ്സലാമു അലൈക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ കോമൺ കണ്ടീഷനിലെ ലാസ്റ്റ് പാർട്ടാണ്. ഇതും കൂടെ കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. അപ്പോൾ അതിൽ ഇനി നെക്സ്റ്റ് ബാക്കിയുള്ളത് ഹൈ ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ എന്ന് നമ്മൾ പറയും അല്ലേ. എന്താണ് ഹൈപ്പർ ടെൻഷൻ? ഹൈപ്പർ ടെൻഷൻ പേര് തരുന്നുണ്ട്. ഹൈപ്പർ ആവുക, അധികമാവുക, അതിൻ്റെ ടെൻഷൻ അധികമാവുക. അതായത് നമ്മൾ വെസൽസിൻ്റെ ഉള്ളിലൂടെ ബ്ലഡ് പാസ് ചെയ്യുന്നുണ്ടാവുമല്ലോ, ആ ബ്ലഡ് നമ്മളെ ബ്ലഡ് വെസൽസിൻ്റെ മുകളിൽ ഏൽപ്പിക്കുന്ന പ്രഷറിനെയാണ് നമ്മൾ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. എന്താണ്? ഒരു വെസലിൻ്റെ ഉള്ളിലൂടെ ബ്ലഡ് പമ്പ് ചെയ്യുമ്പം ആ ബ്ലഡ് വാളിൽ ഏൽപ്പിക്കുന്ന, അതായത് ബ്ലഡ് വെസൽസിൻ്റെ വാളിൽ ഏൽപ്പിക്കുന്ന പ്രഷറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. അപ്പം എപ്പോഴാണ് ഇത് അധികമാവുക? അധികമായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? Blood pressure is related to the amount of blood in the heart pump and the degree of resistance to the blood flow in your arteries. ആർട്ടറിൻ്റെ മുകളിൽ കൊടുക്കുന്ന ആ ഒരു പ്രഷർ അല്ലെങ്കിൽ ആ ഒരു റെസിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. ഈവൻ വിത്ത് വെരി ഹൈ ഓർ ഈവൻ ഡേഞ്ചറസ്ലി ഹൈ ബ്ലഡ് പ്രഷർ you don't usually have symptoms, although some people with very high blood pressure may have dull headache, dizziness and frequent nosebleed. അതായത് ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് ബ്ലഡ് പ്രഷർ ആയിരിക്കും. ചിലരിൽ ഹൈ എമൗണ്ട് ആയിരിക്കും, പക്ഷേ അത് അവർക്ക് പ്രോബ്ലംസ് ഒന്നും ഉണ്ടാക്കുന്നുണ്ടാവില്ല. ചിലരിൽ ലോ ആയിരിക്കും ബി പി, പക്ഷേ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകും. അത് ഓരോരുത്തരുടെ ഓരോ നോർമൽ ബി പി ആണ്. അപ്പം സാധാരണഗതിയിൽ അത് അധികമാകുമ്പോഴാണ്, നമ്മുടെ നോർമലിൽ നിന്നും അധികമാകുമ്പോഴാണ് അതൊരു ഡിസീസ് കണ്ടീഷൻ അല്ലെങ്കിൽ സിംറ്റമാറ്റിക് ആയി മാറുന്നത്. ഒരു നോർമൽ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് എത്രയാണ്? 120/80 അല്ലേ? അപ്പോൾ അതിൽ കൂടുതലാകുമ്പോഴാണ് നമ്മളതൊരു ബി പി എന്ന് പറയുന്നത്, ബ്ലഡ് പ്രഷർ എന്നായിട്ട് പറയുന്നത്. അപ്പം ഈ ബി പി കൂടുന്ന സമയത്ത് നമ്മളെ ഹാർട്ടിന് ഒരു വിഗറസ് കൺട്രാക്ഷനാണ് ഉണ്ടാവുക. നമുക്കറിയാം, നമ്മുടെ ഹാർട്ടിൽ ഒരു ഇലക്ട്രിക്കൽ ഇമ്പൾസ് വന്നിട്ടാണ് നമ്മളെ ഹാർട്ട് എന്ത് ചെയ്യുന്നത്? ഇതുപോലെ നോർമലായിട്ട് ഇങ്ങനെ പമ്പ് ചെയ്ത് പോകുന്നത് അല്ലേ? ഇങ്ങനെ ഡയാസ്റ്റോള്, സിസ്റ്റോള്, അങ്ങനെ ഒരു റിതമിക് ആയിട്ട് അതിങ്ങനെ പോകുന്നത്. പക്ഷേ ഹൈപ്പർ ടെൻഷൻ്റെ സമയമാകുമ്പം അങ്ങനത്തെ കണ്ടീഷനിൽ ആ ഇലക്ട്രിക് കറൻറ്റുകളിന് ഒരു ചെറിയ ചേഞ്ച് ഉണ്ടായിരിക്കും. അപ്പോൾ എന്തായിരിക്കും? നമ്മുടെ ഹാർട്ട് ഒരു വിഗറസ് കൺട്രാക്ഷനായി പോകും. നമ്മുടെ ഫ്ലോ പ്രോപ്പർ ആവില്ല. ആ ഒരു റിതമിക് ഫ്ലോ അങ്ങോട്ട് വിട്ടുപോകും. അത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് ഹാർട്ട് ഡിസീസ് ആൻഡ് സ്ട്രോക്ക്, സംടൈം ഡെത്ത് മേ ഒക്വർ. എന്തൊക്കെയാണ്? ചിലപ്പം ഒരുപാട് ഹാർട്ട് ഡിസീസുകൾ കാരണമാവാം, സ്ട്രോക്ക് ഉണ്ടാവാം, ആൻഡ് ഇവൻച്വലി ഫൈനലി ഡെത്ത് വരെ സംഭവിക്കാം. അപ്പം നമ്മുടെ ഹാർട്ട് റേറ്റ് ബ്ലഡ് പ്രഷറിൻ്റെ ബി പിൻ്റെ ഒരു റേഞ്ച് പറയുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഒരു നോർമൽ എന്ന് പറയുന്നത് നമ്മൾ 120/80 എന്നുള്ള ലെവലിലാണ് പറയുന്നത്. അതിൽ കൂടുതലാകുമ്പോഴാണ് അതൊരു എലിവേറ്റഡ് ആയിട്ട് മാറുന്നത്, അധികമായിട്ട് മാറുന്നത്. പിന്നെ അതിനങ്ങോട്ട് നമ്മൾ സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3 എന്ന് 3 കാറ്റഗറി ആയിട്ടുണ്ട്. അതിൽ എബോവ് 30 to 139 വരെയാണ് നമ്മൾ സ്റ്റേജ് 1 എന്ന് പറയുന്നത്. 2 എന്ന് പറയുന്നത് എബോവ് 40 ആൻഡ് സ്റ്റേജ് 3 എന്ന് പറയുന്നത് എബോവ് 180. അതിനനുസരിച്ച് ഡയാസ്റ്റോളിക്കൽ ചേഞ്ചസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം എന്തൊക്കെയാണ് ഇനി അതിൻ്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് എന്ന് നോക്കാം. സാധാരണ ഓൾഡ് ഏജ് ആകുമ്പോഴത്തേക്കിന് ബി പി ഉണ്ടാവാനുള്ള ചാൻസ്, അതായത് ബ്ലഡ് പ്രഷർ കൂടി വരും. അതൊരു നോർമലാണ്. ലേഡീസിലാണെന്നുണ്ടെങ്കിൽ എന്താണ്, മെനപ്പോസ് ആയതിനു ശേഷം ഇതുപോലെ ബി പി കൂടും. മെനപ്പോസ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്ലീഡിങ് നിൽക്കുന്നതിനാണ് നമ്മൾ മെനപ്പോസ് ആവുക എന്ന് പറയുന്നത്. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കിന് ഇതിങ്ങനെ ബി പി കൂടി വരും. നമ്മുടെ ഒരുപാട് റെക്കോർഡുകൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആളുകളുടെ ആഫ്രിക്കൻ അമേരിക്കൻ കൺട്രീസിലൊക്കെ ഒരു ബി പിൻ്റെ ഒരു സീരിയസ് കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സ്ട്രോക്കും അതിൻ്റെ കൂടെ ഹാർട്ട് അറ്റാക്കാണ്. അതായത് ബി പി കൂടുന്നതിനനുസരിച്ച് ഹാർട്ട് അറ്റാക്ക് വരാം, അതുപോലെ തന്നെ സ്ട്രോക്ക് വരാം,
ആൻഡ് ഇവഞ്ച്വലി ഡെത്ത് വരാം. ഒരുപാട് മരണത്തിന് കാരണമാവുന്നത് ഈ ബി പി കൂടിയിട്ടുണ്ടാവുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ സിംറ്റം എന്ന് പറയുന്നത് സിവിയർ ഹെഡ് ഏക്ക്, നോസ് ബ്ലീഡ്, ഫറ്റീഗ്, കൺഫ്യൂഷൻ, വിഷൻ പ്രോബ്ലം, ചെസ്റ്റ് പെയിൻ, ഡിഫിക്കൽട്ട് ബ്രീത്തിങ് ആൻഡ് ഇറഗുലർ ഹാർട്ട് ബീറ്റ് ആൻഡ് ബ്ലഡ് ഇൻ യൂറിൻ. ഇതൊക്കെയാണ് കോമൺലി കാണപ്പെടുന്ന അതിൻ്റെ സിംറ്റംസ്. അപ്പോൾ ഇങ്ങനെ ഒരാൾക്ക് ബി പി കൂടി കഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എത്രയും പെട്ടെന്ന് വേറെ റിസ്ക് ഫാക്ടേഴ്സ് ഒന്നും ഇല്ലാണ്ട് അധികമാവാണ്ട് അവരെ സേഫ് ആക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഹൈപ്പർ ടെൻഷൻ റൺസ് ഇൻ ഫാമിലീസ്, സോ ഇറ്റ് ഹാസ് ജനറ്റിക് റിസ്ക് ഫാക്ടേഴ്സ്. അതായത് നമ്മൾ ഒരു ഹെറിഡിറ്ററി അല്ലെങ്കിൽ ജനറ്റിക് ആയിട്ട് നമുക്ക് നമ്മുടെ ഫാമിലിയിൽ ത്രൂ ഔട്ടായിട്ട് പോകുന്ന ഡിസീസാണ് ഈ പ്രഷറും ഷുഗറും എന്ന് പറയുന്നത്. അതായത് വാപ്പമാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ അമ്മാവന്മാർക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മളിലോട്ടും ഒരു ജനറ്റിക് ആയിട്ട് കിട്ടും. You can control other risk factors by increasing your level of physical activity, which help your heart along with your waistline. The management and control of high blood pressure include the following lifestyle modifications. അതായത് നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ട കുറച്ച് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ഉണ്ട്. അതായത് നമ്മൾ ചേഞ്ച് വരുത്തേണ്ട കാര്യം. അതായത് സ്മോക്കിംഗ്, ആൽക്കഹോൾ കൺസപ്ഷൻ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ കുറക്കുക. നമ്മുടെ വെയിറ്റ് അധികം ആവാണ്ട് വെയിറ്റ് ലോസ് നോക്കുക. അതായത് നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക. ദെൻ എക്സസൈസ് റെഗുലർലി. സോഡിയം ഇൻടേക്ക്, അതായത് ഉപ്പിൻ്റെ അംശം അധികമുള്ള കാര്യങ്ങൾ, സോഡിയം അംശം അധികമുള്ളതിൻ്റെ ഇൻടേക്ക് കുറക്കുക. ദെൻ പ്രോപ്പറായിട്ട് മെഡിസിൻസ് ഒക്കെ എടുക്കുക. അപ്പോൾ ബി പി എന്ന് നമ്മൾ പറയുന്നത് തന്നെ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ് അല്ലേ, നമ്മളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഡിസീസ് കണ്ടീഷൻ പോലെയാണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമ്മൾ എക്സസൈസും ഡയറ്റും വെയിറ്റ് ലോസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കൺട്രോൾ ചെയ്ത് പോവുക. പിന്നെ അതിന് പ്രോപ്പറായിട്ട് മെഡിസിൻസ് എടുക്കുക. പുട്ട് ഡൗൺ ദി സാൾട്ട് ഷേക്ക്, അതായത് ഉപ്പടങ്ങിയിട്ടുള്ള അംശം കുറക്കുക. ലോസ് വെയിറ്റ് ആൻഡ് നിക്കോട്ടിൻ അഡിക്ഷൻസ്, അതായത് നമ്മൾ സ്മോക്കിംഗ് അഡിക്ഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒഴിവാക്കുക. ലിമിറ്റ് ആൽക്കഹോൾ കൺസപ്ഷൻ കുറക്കുക. ഈ ഹൈപ്പർ ടെൻഷൻ നമ്മൾ ഒരു സൈലൻറ്റ് ഡിസീസ് എന്നാണ് പറയുക. കാരണം അത് കുറേ കാലങ്ങളോളമായിട്ട് നമ്മളിൽ അങ്ങനെ തന്നെ ആയിരിക്കും, പ്രത്യേകിച്ച് സിംറ്റംസ് ഒന്നും ഇല്ലാണ്ട് ഒരു സിറ്റുവേഷൻ എത്തുമ്പോഴാണ് പിന്നീട് അതൊരു സിംറ്റംസ് ഒക്കെ കാണിച്ചു തുടങ്ങുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത് പാനിക് അറ്റാക്ക്. പെട്ടെന്നുണ്ടാകുന്ന ഒരു ഫിയർ, പേടി കാരണം കൊണ്ടുണ്ടാകുന്ന അറ്റാക്ക് അല്ലേ. നമ്മൾ സന്തോഷമാണെന്നുണ്ടെങ്കിലും സങ്കടമാണെന്നുണ്ടെങ്കിലും പലരിൽ ഉടനടി ടെൻഷൻ വന്നിട്ട് പാനിക് അറ്റാക്കായിട്ട് മാറും. Panic attack can happen everywhere, every time, while alone or in a company or others, in public or home, and even walking, during sleeping. If you have experienced a panic attack, you are aware that they are similar to an episode of extreme fear along with the following symptoms. ഇപ്പോൾ പാനിക് അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സഡൻ ഫിയർ എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ആർക്കും സംഭവിക്കാം അല്ലേ, ഉടനടി ഉണ്ടാവുന്നത്. അതൊരു എപ്പിസോഡ്സ് ഓഫ് ഫിയർ വിത്ത് സം അതർ സിംറ്റംസ്. ഒരു പേടി ഉണ്ടായിരിക്കും, അതിൻ്റെ കൂടെ റാപ്പിഡ് heart rate and sweating, trembling, shortness of breath, hyperventilation, chillness, nausea, abdominal cramping, chest pain, headache, dizziness, faintness, feeling of lightness in your throat, difficult swallowing and sense of impending death. അപ്പോൾ ഒരു പേടി ഉണ്ടായിരിക്കും, അതിൻ്റെ കൂടെ ഈ പറഞ്ഞ സിംറ്റംസ് എല്ലാം അതിൻ്റെ കൂടെ ചിലപ്പോൾ ഉണ്ടായിരിക്കും. അത് പലരിലും പല രീതിയിലായിരിക്കും അതിൻ്റെ സിംറ്റംസ്. അപ്പോൾ എന്തൊക്കെയാണ് പേടിൻ്റെ കൂടെ ഉണ്ടാകുന്ന? റാപ്പിഡ് ഹാർട്ട് റേറ്റ്, സ്വെറ്റിംഗ്, ട്രംബ്ലിംഗ്, ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്, ഹൈപ്പർ വെന്റിലേഷൻ, ചിൽ ഓർ ഹോട്ട് ഫ്ലഷസ്, നോസിയ, വോമിറ്റിംഗ്, abdominal cramping, chest pain, headache, dizziness, faintness and feeling of tightness in your throat and difficult swallowing, a sense of impending death.
അപ്പോൾ ഇങ്ങനെ ഒരാൾ പാനിക് അറ്റാക്കായി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവരെ സംശയിക്കേണ്ടത് അതൊരു ഹാർട്ട് അറ്റാക്ക് ആണോ എന്നാണ് നമ്മൾ സംശയിക്കുന്നത്. കാരണം ഈ സിമിലർ സിംറ്റംസ് തന്നെയാണ് ഹാർട്ട് അറ്റാക്കിനും കാണുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യുന്നത്, അല്ലാണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും അറിയാൻ പറ്റില്ല. അപ്പോൾ എന്താണ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഹാർട്ട് ഈസ് എ മസിൽ ദാറ്റ് പമ്പ് ബ്ലഡ് അറൗണ്ട് ദി ബോഡി. ഹാർട്ടാണ് നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗത്തോട്ടും ബ്ലഡിനെ എന്ത് ചെയ്യുന്നത്, പമ്പ് ചെയ്തിട്ട് വിടുന്നത്. ഇറ്റ് റിസീവ് ഇറ്റ്സ് ബ്ലഡ് ത്രൂ ദി കൊറോണറി ആർട്ടറി. അപ്പോൾ ഈ ഹാർട്ട് മസിൽ ഫങ്ഷൻ ചെയ്യാൻ, ഹാർട്ട് മസിൽസ് ബ്ലഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഹാർട്ടിൻ്റെ പുറമെ കൂടെ ഉണ്ടാവുന്ന ചെറിയ ചെറിയ ബ്ലഡ് വെസൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൊറോണറി ആർട്ടറി എന്ന് പറയുന്നത്. അതായത് ഹാർട്ടിൽ നിന്നുള്ള ബ്ലഡ് നമ്മളെ കയ്യിലോട്ടും കാലിലോട്ടൊക്കെ എത്തുന്നുണ്ടല്ലോ, അതുപോലെ ഹാർട്ടിലുള്ള മസിലിനും എത്തണമല്ലോ, എങ്കിലാണല്ലോ അത് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഹാർട്ട് മസിൽസിന് ബ്ലഡ് എത്തിക്കുന്ന വെസൽസാണ് കൊറോണറി ആർട്ടറി. അപ്പോൾ ഈ ആർട്ടറിക്ക് എന്തെങ്കിലും ബ്ലോക്കേജ് വരിക, അല്ലെങ്കിൽ അങ്ങോട്ട് ബ്ലഡ് പ്രോപ്പറായിട്ട് പമ്പ് ചെയ്യാതെ വരിക, അങ്ങനത്തെ കേസിൽ എന്ത് സംഭവിക്കും, അവിടെയുള്ള മസിൽ ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കും. അതിനനുസരിച്ച് ഹാർട്ടിൻ്റെ പമ്പിങ് കപ്പാസിറ്റി കുറയും. അപ്പോൾ എന്താണ് സംഭവിക്കുക, നമുക്ക് പ്രോപ്പറായിട്ട് പല സ്ഥലങ്ങളിലും ബ്ലഡ് എത്താണ്ട് വരും, ഹാർട്ടിന് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാണ്ട് വരും. ഓക്കെ, ആ ഒരു കണ്ടീഷന് നമ്മൾ എന്ത് പറയുന്നത്, ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പറഞ്ഞത്, ഹാർട്ട് മസിൽസിന് ബ്ലഡ് എത്തിക്കുന്നതാണ് കൊറോണറി ആർട്ടറി. ഫ്രം ദ ഏജ് ഓഫ് അബൌട്ട് 20 years, these arteries start to become damaged through a process called atherosclerosis. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു വെസൽ നശിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു വെസൽ നാരോ ആവുന്നത്, അതിരോസ്ക്ലെറോസിസ് വഴിയാണ്. അതായത് അതിലെന്തെങ്കിലും പ്ലേക്കുകളും നമ്മുടെ ഫാറ്റുകളൊക്കെ വന്ന് ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണ് ആ വാൾ എന്താവുന്നത്, നാരോ ആവുന്നത്, അതിൻ്റെ ലൂമൻ നാരോ ആവുന്നത്. അങ്ങനെ നമ്മുടെ ബ്ലഡ് വെസലിൻ്റെ വാൾ ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കും. After the time, the surface of the fat deposit or plaque begin to erode അതാണ് നശിക്കുക, and the blood start to clot over the eroded surface. അവിടെ അങ്ങനെ ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ തുടങ്ങും. This clot can completely block the artery. അങ്ങനെ ക്ലോട്ട് വന്നു കഴിഞ്ഞാൽ ആ ആർട്ടറിനെ അത് കംപ്ലീറ്റ്ലി ബ്ലോക്ക് ആക്കും. Due to the blockage of the artery, a portion of the cardiac muscle stop getting oxygen from the blood. This part of the cardiac muscle will die unless oxygen delivery is restored quickly. This condition is called myocardial infarction or heart attack. അപ്പോൾ എന്താണ്, ഇതാണ് ആ ബ്ലഡ് വെസൽ എന്ന് വിചാരിക്കാം. അതിൻ്റെ ലൂമനിൽ ഇങ്ങനെ ഫാറ്റി ആസിഡും വേറെ പല പ്ലാക്കുകളും വന്ന് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് പിന്നെ എന്തല്ല, ബ്ലഡ് ഫ്ലോ പ്രോപ്പറായിട്ട് നടക്കൂല. പിന്നെ ഈ ലൂമൻ എന്ത് ചെയ്യാൻ തുടങ്ങും, നശിച്ചു തുടങ്ങും. അപ്പോൾ ബ്ലഡ് പ്രോപ്പറായിട്ട് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പോർഷനിലോട്ട്, ഇപ്പം ഇവിടെയാണ് ക്ലോട്ട് സംഭവിച്ചത് എന്നുണ്ടെങ്കിൽ ഈ ഒരു പോർഷനിലോട്ട് പിന്നെ എന്തെത്തുന്നില്ല, ബ്ലഡ് എത്തുന്നില്ല, ഈ മസിൽസിന് ഓക്സിജൻ കിട്ടുന്നില്ല. അപ്പോൾ അതിന് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റില്ല, ഈ മസിൽ ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു കണ്ടീഷനാണ് നമ്മൾ എന്ത് പറയുന്നത്, മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്ന് പറയുന്നത്. Heart attack occur suddenly without warning or exertion. When a coronary artery is blocked, the area of muscle below the blockage can die within 4 to 6 hours. ഒരു 4-6 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ബ്ലഡ് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ സൈഡിലുള്ള മസിൽ എന്ത് ചെയ്യാൻ തുടങ്ങും, നശിക്കാൻ തുടങ്ങും. അപ്പോൾ എത്രയും പെട്ടെന്ന് ആ മസിലിലോട്ട് ഓക്സിജൻ എത്തിക്കുക, അല്ലെങ്കിൽ അതിനുള്ള വഴിയൊരുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ അറ്റാക്ക് സംഭവിച്ചാൽ എത്രയും പെട്ടെന്ന് അവരെ ഹോസ്പിറ്റലൈസ്ഡ് ആക്കിയിട്ട് നമ്മൾ കേൾക്കുന്നുണ്ടായിരിക്കും, പെട്ടെന്ന് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറഞ്ഞു എന്നുള്ളതൊക്കെ അല്ലേ. അപ്പോൾ എത്രയും പെട്ടെന്ന് അങ്ങോട്ടും ഓക്സിജൻ എത്തിക്കാനുള്ള വഴി ഒരുക്കുകയാണ് ചെയ്യേണ്ടത്. This can be prevented with appropriate medical intervention and drug, and advanced medical professionals can administer these drugs. ഓക്കെ, അപ്പോൾ എത്രയും പെട്ടെന്ന് ഒന്നുകിൽ മെഡിസിൻസ് എന്തെങ്കിലും കഴിച്ചിട്ട് ആ പ്ലാക്കിനെ അവിടെ നിന്ന് റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും സർജറി ചെയ്തിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യും, അങ്ങനെ പ്ലാക്കിനെ റിമൂവ് ചെയ്യും. പിന്നെ വീണ്ടും അതുപോലെ ഒരു പ്ലാക്കുകൾ വന്ന് ബ്ലഡ് ക്ലോട്ട് ആവാനോ അല്ലെങ്കിൽ ലൂമൻ
ഒക്ലൂഡഡ് ആവാനുള്ള ചാൻസ് വരുത്താണ്ടിരിക്കുക. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഒരുപാട് ഓയിലി സാധനങ്ങളൊക്കെ ഒഴിവാക്കും. പ്രോപ്പറായിട്ട് എക്സസൈസ് ചെയ്യുമ്പോൾ തന്നെ ആയിട്ട് കിടക്കുന്ന ഫാറ്റ് എല്ലാം എന്താവും, ഒഴുകിപ്പോയിക്കോളും അല്ലേ. അപ്പോൾ അതൊക്കെയാണ് അതിന് ചെയ്യേണ്ടത്. ഇനി സൈൻസ് ആൻഡ് സിംറ്റംസ് എന്തൊക്കെയായിരിക്കും? സ്വെറ്റിംഗ് ഉണ്ടാകും, ആൻഡ് പെയിൻ ഓർ ഡിസ്കംഫോർട്ട് ഇൻ ദി ചെസ്റ്റ്, ആം, ജോ, നെക്ക് ആൻഡ് ടീത്ത്, ആൻഡ് നോർമലി ഡിസ്ക്രൈബ്ഡ് ആസ് എ സ്ക്യൂസിങ്, ഒരു വലിഞ്ഞു മുറിക്കുന്ന ഒരു ഫീൽ ഉണ്ടായിരിക്കും. പിന്നെ പാലർ ഓൺ ദി സ്കിൻ ആൻഡ് നോസിയ, ഷോർട്ട്നെസ് ഓഫ് ദി ബ്രെത്ത്, സെൻസ് ഓഫ് ഇംപെൻഡിങ് ഡൂം. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന സിംറ്റംസ്. ഇതൊക്കെയാണ് സ്വെറ്റിംഗ്, പെയിൻ ഓർ ഡിസ്കംഫോർട്ട് ഇൻ ദ ചെസ്റ്റ്, ആം, ജോ, നെക്ക് ഓർ ടീത്ത്, ആൻഡ് ദ പാലർ, നോസിയ ആൻഡ് ഷോർട്ട്നെസ് ഓഫ് ദി ബ്രീത്ത്. അപ്പോൾ നമ്മൾ ഇതിന് ചെയ്യേണ്ട ഒരു മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലേ, ബ്രീത്തിങ് പ്രോപ്പറായിട്ടുണ്ടോ, അതല്ല പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു എല്ലാ പ്രൈമറി അസസ്മെൻറ്റുകളും ചെയ്യുക. എത്രയും പെട്ടെന്ന് ഹെൽപ്പ് വിളിക്കുക, എമർജൻസി നമ്പറിലോട്ട് വിളിച്ചിട്ട് കാര്യം അറിയിക്കുക, എത്രയും പെട്ടെന്ന് വരാൻ പറയുക. പ്ലേസ് ദം ഇൻ എ കംഫർട്ടബിൾ പൊസിഷൻ. ഇഫ് ആൾ കോൺഷ്യസ് ആണ് എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുക, സിറ്റിംഗ് പൊസിഷനിൽ ഇരുത്തുക. അതാണ് കുറച്ചുകൂടെ ശ്വാസം എടുക്കാനൊക്കെ ഈസിനെസ് ആവുന്നത്. ഇഫ് ദ കാഷ്വാലിറ്റി ഹാസ് ദെയർ മെഡിക്കേഷൻ, അസിസ്റ്റ് ഇൻ ദ ഫോളോയിങ് ദെയർ. അപ്പോൾ ഒരാൾ സ്ഥിരമായിട്ട് ഇതിന് മെഡിസിൻ എടുക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡോസ് അനുസരിച്ചിട്ട് അവർക്ക് അതിൻ്റെ മെഡിസിൻസ് കൊടുക്കാം. പിന്നെ ടൈറ്റായിട്ട് കിടക്കുന്ന എന്തെങ്കിലും ക്ലോത്തുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ടൈയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ലൂസാക്കി കൊടുക്കുക. ഡ്രസ്സൊക്കെ ഒന്ന് ലൂസാക്കി കൊടുക്കുക. ഇനി ആൾ അൺകോൺഷ്യസ് ആണ്, പ്രോപ്പറായിട്ട് ബ്രീത്തിങ് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ CPR സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഒരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ ചെയ്യേണ്ട കാര്യങ്ങൾ. എത്രയും പെട്ടെന്ന് അവരെ ഹോസ്പിറ്റലിൽ ആക്കുക. അതായത് നമ്മൾ പറഞ്ഞല്ലോ, ആ 4 to 6 അവറിൻ്റെ ഉള്ളിൽ എത്തിച്ചു കഴിഞ്ഞാൽ നമുക്കൊരാളെ രക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ആ എത്തിക്കുന്ന റൂട്ടിലാണ് നമുക്ക് ചെയ്യാവുന്ന ഫസ്റ്റ് എയ്ഡുകൾ. അല്ലാണ്ട് നമുക്കൊരിക്കലും അവിടെ വെയിറ്റ് ചെയ്യാനുള്ളൊരു സമയമല്ല. അതിൻ്റെ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് എന്തെങ്കിലും ടൈറ്റായിട്ട് കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ലൂസാക്കുക. ദെൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ഇരുത്തുക. അത് ഇരിക്കാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ മെഡിസിൻസ് എടുക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള മെഡിസിൻസ് കൊടുക്കുക. എത്രയും പെട്ടെന്ന് അവരെ ഹോസ്പിറ്റലിലോട്ട് എത്തിക്കുക. നെക്സ്റ്റ് പറയാനുള്ളത് ആൻജൈന. ആൻജൈന എന്ന് പറയുന്നത് ചെസ്റ്റ് പെയിനിനെയാണ് നമ്മൾ ആൻജൈന എന്ന് പറയുന്നത്. ആൻജൈന ഈസ് എ ചെസ്റ്റ് പെയിൻ or discomfort caused when your heart muscle doesn't get enough oxygen or rich blood. It may feel like pressure or squeezing in your chest. The discomfort also can occur in your shoulder, arms, neck, jaw or back. അപ്പം നമ്മൾ ചെസ്റ്റ് പെയിനിനെയാണ് നമ്മൾ ആൻജൈന എന്ന് പറയുന്നത്. അതായത് അത് ഏത് തരം പെയിനും ആവാം. ഡിസ്കംഫോർട്ട് ആവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മൾ ലങ്ങുമായിട്ട് റിലേറ്റഡോ അങ്ങനെ എന്തെങ്കിലും ചെസ്റ്റ് പെയിനിനെയാണ് നമ്മൾ ആൻജൈന എന്ന വേർഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടാകുന്ന ഈ ബ്ലോക്കേജും കാര്യങ്ങളും കൊണ്ടൊക്കെ തന്നെയാണ് സാധാരണ ഉണ്ടാവുന്നത്. പക്ഷേ ഈ ആൻജൈനയെ നമ്മൾ 2 ടൈപ്പ് ആക്കിയിട്ടുണ്ട്. അതായത് സ്റ്റേബിൾ ആൻജൈനയും അൺസ്റ്റേബിൾ ആൻജൈനയും. സ്റ്റേബിൾ ആൻജൈന എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു ഫിസിക്കൽ എക്സസൈസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു പെയിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റേബിൾ ആൻജൈന എന്ന് പറയുന്നത്. ഈ സ്റ്റേബിൾ ആൻജൈന കുറച്ച് സമയം നിന്ന് കഴിയുമ്പോഴത്തേക്കിനും അത് സാധാരണഗതിയിൽ അങ്ങ് മാറിക്കോളും അല്ലേ. അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് റെസ്റ്റ് എടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം കൊണ്ട് അത് മാറിപ്പോകും. അതിനെ നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റേബിൾ ആൻജൈന എന്ന് പറയുന്നത്. ഇനി അൺസ്റ്റേബിൾ ആൻജൈന എന്ന് പറയുന്നത് അതൊരു ഡേഞ്ചറസ് വൺ ഈസ് ദ മോസ്റ്റ് ഡേഞ്ചറസ്. ഇറ്റ് ഡസ് നോട്ട് ഫോളോ പാറ്റേൺ ആൻഡ് ക്യാൻ ഹാപ്പൻ വിത്തൗട്ട് ഫിസിക്കൽ എക്സേർഷൻ. നമ്മൾ പ്രത്യേകിച്ച് ഫിസിക്കൽ എക്സേർഷൻസ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും വരുന്ന പെയിനിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അൺസ്റ്റേബിൾ ആൻജൈന എന്ന് പറയുന്നത്. ഇറ്റ് ഡസ് നോട്ട് ഗോ എവേ വിത്ത് റെസ്റ്റ്. ഒന്ന് റെസ്റ്റ് എടുത്തതെന്ന് വിചാരിച്ച്
മാറിക്കൊള്ളണമെന്നില്ല. ഇറ്റ് ഈസ് എ സൈൻ ദാറ്റ് പേഷ്യൻസ് കുഡ് ഹാവ് എ ഹാർട്ട് അറ്റാക്ക് സൂൺ. അൺസ്റ്റേബിൾ ആൻജൈന ഡസ് നോട്ട് ഇംപ്രൂവ് വിത്ത് ദ യൂസ് ഓഫ് മെഡിക്കേഷൻ. അപ്പം ഈ അൺസ്റ്റേബിൾ ആൻജൈന എന്ന് പറയുന്നത് അതൊരു ഇൻഡിക്കേഷനാണ്. അയാൾക്ക് എന്തെങ്കിലും ഹാർട്ട് പ്രോബ്ലംസ് അല്ലെങ്കിൽ ചെസ്റ്റ് പ്രോബ്ലംസ് ഉണ്ട് എന്നതിൻ്റെ ഒരു ഇൻഡിക്കേഷൻസ് ആണ് അൺസ്റ്റേബിൾ ആൻജൈന. സ്റ്റേബിൾ ആണെന്നുണ്ടെങ്കിൽ അതൊരു കുറച്ച് സമയത്തിനുള്ളിൽ അത് മാറിക്കോളും. ഓക്കെ, അപ്പോൾ ഒരു ആൻജൈന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെസ്റ്റ് പെയിനാണ്. ആ ചെസ്റ്റ് പെയിനിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രഷർ ഓർ സ്ക്യൂസിങ് പെയിൻ ഇൻ ദ ചെസ്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മൾ അറ്റാക്കിന് വന്നിട്ടുണ്ടാകുന്ന സെയിം സിംറ്റംസ് തന്നെ. ഷോർട്ട്നെസ് ഓഫ് ദി ബ്രീത്ത്, ഇൻക്രീസ്ഡ് പൾസ് റേറ്റ്, ഇൻക്രീസ്ഡ് ബ്രീത്തിങ് റേറ്റ്, നോസിയ, വോമിറ്റിംഗ്, ഷോക്ക് ലൈക്ക് സിംറ്റംസ്, അതായത് പെയിൽനെസ്, കോൾഡ് ഫീലിംഗ് അല്ലെങ്കിൽ സ്വെറ്റിംഗ് ഓഫ് ദ സ്കിന്ന്, ഇതെല്ലാം ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ മാനേജ്മെൻറ്റും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള അറ്റാക്കിൻ്റെ സെയിം മാനേജ്മെൻറ്റ് തന്നെയാണ് ഇതിനും ചെയ്യാനുള്ളത്. ഇനി നെക്സ്റ്റ് സ്ട്രോക്ക് എന്താണ്? സ്ട്രോക്ക് എന്താണെന്നുള്ളത് നമ്മൾ ഫസ്റ്റ് എയ്ഡൊക്കെ പഠിക്കുന്ന സമയത്ത് കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് സ്ട്രോക്ക് എന്നുള്ളത്. എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് മാത്രം പറഞ്ഞുതരാം. സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പോൾ നമ്മൾ ഹാർട്ട് മസിൽസിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഹാർട്ട് മസിൽസിന് പ്രോപ്പറായിട്ട് ബ്ലഡ് എത്താണ്ട് ഓക്സിജൻ എത്താണ്ട് വരുമ്പോഴാണ് നമ്മൾ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്ട്രോക്ക് എന്ന് പറയുന്നത് നമ്മൾ ബ്രെയിൻ ടിഷ്യൂസിൽ പ്രോപ്പറായിട്ട് ബ്ലഡ് എത്താണ്ടിരിക്കുക, അതായത് ആ ബ്ലഡ് വെസൽസിനുണ്ടാവുന്ന അവിടെ ഒക്ലൂഷൻ സംഭവിക്കുക, അല്ലെങ്കിൽ അവിടുത്തെ ബ്ലഡ് വെസൽസ് പൊട്ടിക്കഴിഞ്ഞാൽ ഒരു സൈഡിലോട്ട് പ്രോപ്പറായിട്ട് ബ്ലഡ് എത്താണ്ടിരിക്കുക, ഓക്സിജൻ എത്താണ്ട് വരുമ്പോഴാണ് എന്തായി മാറുന്നത്? സ്ട്രോക്കുമായിട്ട് മാറുന്നത്. സ്ട്രോക്കായി മാറിക്കഴിഞ്ഞാൽ ആ ഒരു സൈഡിലുള്ള നമ്മളെ ബ്രെയിൻ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യൂല, അവിടുന്ന് പ്രോപ്പറായിട്ട് നെർവിലോട്ട് കണ്ടക്ഷൻ കിട്ടൂല. അപ്പോൾ ഏത് സൈഡാണോ ആ ബ്രെയിന് കൺട്രോൾ ചെയ്യുന്നത് ആ ഒരു സൈഡ് എന്തായി പോകും? പാരലൈസ്ഡ് ആയിട്ട് പോകും അല്ലേ? അപ്പം ആ കണ്ടീഷനിലൊക്കെ നമ്മൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആക്കിയിട്ട് ആ ഒരു കോസ് എന്താണോ അല്ലെങ്കിൽ അവിടെ എന്താണോ കാരണം അതിനങ്ങ് റിമൂവ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ എത്രയും പെട്ടെന്ന് അവരൊക്കെ നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആക്കുക എന്നാണ് ചെയ്യേണ്ടത്. ആ പോകുന്ന റൂട്ടിലാണ് നമുക്ക് ചെയ്യാനുള്ള ഫസ്റ്റ് എയ്ഡുകൾ. അതിൻ്റെ ഫസ്റ്റ് എയ്ഡും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഓർമ്മയില്ലാത്തവർ അതൊന്ന് വായിക്കാം കേട്ടോ. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അവരെങ്ങനെയാണ് കടത്തേണ്ടത്, അവരുടെ സ്പീച്ച് പോയിട്ടുണ്ടായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചോക്കിങ്ങിനുള്ള ചാൻസ് ഉണ്ട് എന്നൊക്കെ. അപ്പോൾ ഈ നെക്സ്റ്റ് പറയാനുള്ളത് ഡ്രോണിങ് ആണ്. ഡ്രോണിങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരാൾ വെള്ളത്തിൽ മുങ്ങിപ്പോയി നമ്മുടെ എയർ റൂട്ടിലൊക്കെ അല്ലെങ്കിൽ നമ്മളെ ബ്രീത്തിങ് ഏരിയയിലൊക്കെ വാട്ടർ അല്ലെങ്കിൽ മണ്ണെല്ലാം കയറി ബ്ലോക്കായി നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റാണ്ടാവുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡ്രോണിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരാൾ വെള്ളത്തിൽ മുങ്ങിപ്പോയി, ഇപ്പം അയാൾ രണ്ട് ടൈപ്പ് ഉണ്ട്. ഡ്രൈ ഡ്രോണിങ് ഉണ്ട്. ഡ്രൈ ഡ്രോണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ബ്രീത്ത് എടുത്തിട്ടില്ലെങ്കിൽ വെള്ളത്തിൻ്റെ അടിയിൽ പോയിട്ട് നമ്മൾ ശ്വസിക്കുമ്പോഴാണ് അല്ലേ നമ്മുടെ മൂക്കിലൂടെയും വായിലൂടെയും ബ്ലഡ് എത്തുന്നത്. നമ്മൾ ആ വെള്ളത്തിൻ്റെ അടിയിൽ പോയിട്ട് നമ്മൾ ശ്വാസം പിടിച്ച് നിൽക്കുകയാണെന്ന് അല്ലെങ്കിൽ മൂക്കെല്ലാം പൊത്തി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ നമ്മുടെ എയർ പാസേജസിലോട്ടൊന്നും വെള്ളമോ അല്ലെങ്കിൽ ചളിയോ കയറുന്നില്ല. അപ്പോൾ അങ്ങനെ കയറാത്ത കേസിലാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡ്രൈ ഡ്രോണിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ വെള്ളത്തിൽ മുങ്ങിപ്പോയി കഴിഞ്ഞാൽ ഒരാൾ ആസ്ഫിക്സിയേറ്റഡ് ആവാൻ ചാൻസ് ഉണ്ട്. അതായത് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി, നമ്മൾ ഓക്സിജൻ എത്താത്ത കേസിന് നമ്മൾ ആസ്ഫിക്സിയ എന്ന് പറയുന്നത്. ഡ്രോണിങ് കോസസ് ആസ്ഫിക്സിയ ബൈ വാട്ടർ, വീഡ്സ് ആൻഡ് മഡ് entering into the lung. When the lungs alveoli are filled with water, they cannot exchange oxygen to and from the blood. അപ്പോൾ അങ്ങനെ ബ്ലോക്കഡായി നമ്മൾ ഓക്സിജൻ ഉള്ളിലോട്ട് എടുക്കുന്നില്ല. അതുപോലെ തന്നെ അത് ഉള്ളിലെത്തിയാലല്ലേ ലങ്സിൽ വെച്ചിട്ട് നമുക്ക് ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനത്തെ കേസിൽ നമുക്ക് ആസ്ഫിക്സിയ ഉണ്ടാവാം. അതുപോലെ തന്നെ അങ്ങനെ ഓക്സിജൻ നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനും പറ്റില്ല. In case of dry drowning, the water never reaches the lung. Instead, breathing in water causes, അതായത് വാട്ടറിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ബ്രീത്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ
ബ്ലോക്ക് ആവാൻ ചാൻസ് ഉണ്ട്. ഡ്രൈ ഡ്രോണിങ് ആണെങ്കിൽ അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവുന്നില്ല. എന്താണ് സെക്കൻഡറി ഡ്രോണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, the swimmers often appear fine immediately after swimming, but over time water left in the swimmer's lung begins to cause edema or swelling. അപ്പോൾ ഉടനടി പ്രശ്നമൊന്നും ഉണ്ടാവില്ല, പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ ലങ്സിലെല്ലാം എന്താ പറയുക, എഡിമയും സ്വെല്ലിംഗ് ഒക്കെ വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെക്കൻഡറി ഡ്രോണിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരാൾ ഇതുപോലെ വെള്ളത്തിൽ മുങ്ങിപ്പോവുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയായിരിക്കും കാണാവുന്ന സൈൻസ് ആൻഡ് സിംറ്റംസ്, അവർക്ക് അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയായിരിക്കും? അപ്പം ഒരാളിപ്പോൾ തണുത്ത വെള്ളത്തിലാണ് ഇതുപോലെ പോയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഇവിടെ ഹൈപ്പോതെർമിയക്കുള്ള ചാൻസ് ഉണ്ട്, അല്ലേ? അയാളുടെ ബോഡി ഹീറ്റ് എല്ലാം പോയിട്ട് കോൾഡ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ ഒരാളെ നമ്മൾ എത്രയും പെട്ടെന്ന് അവരെ നല്ല പോലെ പുതപ്പിക്കണം. ദെൻ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നോ ബ്രീത്തിങ് ആയിരിക്കും, അല്ലെങ്കിൽ സൈൻസ് ഓഫ് റെസ്റ്റ്ലെസ്നെസ് ഉണ്ടാകും. ദെൻ റേറ്റ് ഓഫ് ബ്രീത്തിങ് ഇൻക്രീസ്ഡ് ആൻഡ് ബ്രീത്ത് ഗെറ്റ് ഷോർട്ടർ. ഏതും ആവാം, ഒന്നുകിൽ കൂടുതലാവാം അല്ലെങ്കിൽ കുറവാകാം, അതിൻ്റെ എക്സ്ട്രീം ആവാം. അത് കൂടുതലിൻ്റെ എക്സ്ട്രീം ആവാം, കുറവിൻ്റെ എക്സ്ട്രീം ആവാം ബ്രീത്തിങ്ങിൻ്റെ കേസിൽ. ദെൻ വെയിൻസ് ഓഫ് ദി നെക്ക് ബിക്കെയിം സ്വോളൻ. ഫേസ്, ലിപ്സ്, നെയിൽ, ഫിംഗർ ആൻഡ് ടോസ് ടേൺ ബ്ലൂ. അതായത് പ്രോപ്പറായിട്ട് ബ്ലഡ് എത്താത്തതുകൊണ്ട് അതൊരു ബ്ലൂയിഷ് ഡിസ്കളറേഷൻ വന്നിട്ടുണ്ടായിരിക്കും. പൾസ് ഗെറ്റ് ഫാസ്റ്റർ ആൻഡ് ഫീബിൾ ആൻഡ് വാട്ടർ മേ ഗഷ് ഫ്രം ദി മൗത്ത്. വായന്ന് ഇതുപോലെ ഇങ്ങനെ വെള്ളം പോരുന്നുണ്ടായിരിക്കും. ആ വെള്ളം വരുന്നത് ഒരു പക്ഷെ മിക്കവാറും അത് നമ്മുടെ വയറ്റിൽ, അതായത് നമ്മൾ വെള്ളം സ്റ്റൊമക്കിലോട്ട് ഇറക്കിയിട്ടുള്ള വെള്ളമാണ് നമുക്ക് വായിലൂടെ അതിങ്ങനെ വരുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡുകൾ എന്താണ്? ഒരു കാരണവശാലും അങ്ങനെ ഓവറായിട്ട് വെള്ളം വരുന്നത് അങ്ങ് വന്നോട്ടെ, അല്ലാണ്ട് നമ്മളായിട്ട് പുഷ് ചെയ്തിട്ട് വെള്ളം പുറത്തോട്ട് എടുക്കരുത് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ വെള്ളത്തിലാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ അവരെ രക്ഷിക്കാനുള്ള വഴിയാണ് നോക്കുക. രക്ഷിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും നമ്മളായിട്ട് ഒരു ഡേഞ്ചറിലോട്ട് വീഴരുത്, അത് ശ്രദ്ധിക്കണം, നമ്മുടെ സേഫ്റ്റി നോക്കണം. ആവശ്യമായിട്ടുള്ള റോപ്പ് എന്തെങ്കിലും ഇട്ട് കൊടുത്തിട്ട് അവരെ നമ്മൾ അവിടെ നിന്ന് കയറ്റിയെടുക്കണം. എന്നിട്ട് ചെയ്യേണ്ടത് നല്ല ബ്ലാങ്കറ്റ് എല്ലാം കൊണ്ട് അവരെ നന്നായിട്ടൊന്ന് പുതപ്പിച്ചിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഹൈപ്പോതെർമിയക്കുള്ള ചാൻസ് ഉണ്ട്, അതും എന്താ പറയുക സിവിയറായിട്ട് പോകും നമ്മൾ കൺസൾട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ. ഇനി എന്തെങ്കിലും സഫോക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ വായിലോ നോസിലോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യുക, അല്ലേ? ബ്ലോക്കായിട്ട് എന്തെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യുക. ഇനി ഒരാളെ കിടത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കിടന്നിട്ടല്ല എന്നുണ്ടെങ്കിൽ അവരെ കിടത്തുക, പ്രോപ്പറായിട്ട് അവരെ ബാക്ക് തിരിച്ചിട്ട് തന്നെ കിടത്തുക. ദെൻ നീൽ ഡൗൺ ബൈ ദി സൈഡ്സ് ഓഫ് ദി പേഴ്സൺ. കിടത്തിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, എയർവേ ഒക്കെ ക്ലീൻ ആക്കിയതിന് ശേഷം CPR സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അത് നമ്മളൊരു എത്രയും പെട്ടെന്ന് നമ്മൾ ഹെൽപ്പ് വിളിക്കുമല്ലോ, സഹായത്തിന് ആളെ വിളിക്കുമല്ലോ, അവർ വരുന്നത് വരെ നമ്മൾ CPR ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. അങ്ങനെ അവരെ ബ്രീത്തിങ് നോർമലാക്കിയിട്ട് കൊണ്ടുവരിക. അപ്പോൾ ഇതാണ് നമ്മൾ അവർക്ക് ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡ്. അപ്പം ഇനി നെക്സ്റ്റ് നിങ്ങളിൽ നോ ബ്രീത്തിങ് അല്ലെങ്കിൽ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി എന്നുള്ളൊരു പോർഷൻ ഉണ്ട്, അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ ഇതിൽ എക്സ്ട്രാ ആയിട്ട് ബ്രീത്തിങ് ഡിഫിക്കൽറ്റീൻ്റെ കുറച്ച് കോസസ് പറയുന്നുണ്ട്, കാരണങ്ങൾ പറയുന്നുണ്ട്, അതൊന്ന് നിങ്ങൾ വായിക്കുക. ബാക്കി ഫസ്റ്റ് എയ്ഡ് എല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഓക്കെ, കണ്ടീഷൻസ് എല്ലാ കാര്യങ്ങളും നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് വായിക്കുക, അത് ഇന്ന് തന്നെ വായിക്കുക കേട്ടോ, എല്ലാ കാര്യങ്ങളും. അപ്പം ഏകദേശം എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു നഴ്സിങ്ങിൻ്റെ ഇൻട്രൊഡക്ഷൻ ടു നഴ്സിംഗ് എന്നുള്ളൊരു പോർഷനാണ് ബാക്കിയുള്ളത്. അത് ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം.